ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ മെഡിറ്റേഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവരെയും ഞാൻ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് മെഡിറ്റേഷൻ ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു പായ അല്ലെങ്കിൽ മാറ്റി കരുതുക. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കസേര ഇരുന്നോ കട്ടിലിൽ കിടന്നുകൊണ്ടോ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറക്റ്റ് ഭൂമിയുമായി സ്പർശിക്കാത്ത രീതിയിൽ വേണം മെഡിറ്റേഷൻ ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി വയ്ക്കുക. മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. കണ്ണുകൾ അടയ്ക്കുക. കൈകൾ തുടയിൽ മലർത്തി വെക്കുക. കൈകൾ വെറുതെ ഓപ്പണാക്കിയോ അല്ല എങ്കിൽ നിങ്ങൾക്ക് ചിന്മുദ്രയോ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടപ്രകാരം, നിങ്ങളുടെ സൗകര്യപ്രകാരം നിങ്ങൾക്ക് എന്താണോ, എങ്ങനെയാണോ കൈകൾ വെക്കാൻ പറ്റുന്നത് ആ രീതിയിൽ തന്നെ തുടരുക. ഒരു ദീർഘശ്വാസം എടുക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4. ശ്വാസം പതിയെ വായിലൂടെ പുറത്തേക്ക് വിടുക. ഹോൾഡ് ചെയ്യുക. ശ്വാസം നിങ്ങൾ അകത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ വയറ് നിറയുന്ന രീതിയിൽ ശ്വാസം എടുക്കുക. അതോടൊപ്പം ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുടെ വയറ് ചുരുങ്ങുന്ന രീതിയിൽ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4. സാവധാനം പുറത്തേക്ക് വിടുക. ഹോൾഡ് ചെയ്യുക. വീണ്ടും ഒരു ശ്വാസം അകത്തേക്ക് എടുക്കുക. ഹോൾഡ് ചെയ്യുക. 1 2 3 4. പുറത്തേക്ക് വിടുക. നിങ്ങളുടെ ശ്വാസം സാധാരണഗതിയിൽ തുടരട്ടെ. നിങ്ങളുടെ മനസ്സിലേക്ക് എന്തെങ്കിലും ചിന്ത കടന്നു വരികയാണ് എങ്കിൽ നിങ്ങൾ ആ ചിന്തകളെ പറയേണ്ട കാര്യമില്ല. ചിന്തകൾ വന്നു പോയിക്കോട്ടെ. വേറെ ഒരു രീതിയിലും ഉള്ള മാനസികമായ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ചിന്തകളിലേക്ക് നിങ്ങൾ പോകേണ്ടതില്ല. സാവധാനം റിലാക്സ് ആയിട്ടിരിക്കുക. ശ്വാസം സാധാരണഗതിയിൽ തുടരുക. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ആരാധിക്കുന്ന ആ ദൈവത്തിൻ്റെ രൂപം മനസ്സിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, സങ്കടങ്ങൾ, നിങ്ങളുടെ പ്രയാസങ്ങൾ എല്ലാം ദൈവത്തോട് പറയാവുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ചിട്ട് എന്തെങ്കിലും നടക്കാതെ പോയ കാര്യങ്ങളുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാവുന്നതാണ്. അല്ലയോ ദൈവമേ, എത്ര തവണ നിന്നെ ഞാനൊന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു. പലതവണ വിളിച്ചിട്ടും നീ എൻ്റെ അരികിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ നിമിഷം എന്നെ അനുഗ്രഹിക്കാനായി
എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിലുള്ള എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും ഞാനിപ്പോഴും അങ്ങയുടെ കാൽക്കീഴിൽ എൻ്റെ മനസ്സിൽ കുതിർന്ന നന്ദി അർപ്പിക്കുകയാണ്. ഞാൻ ഓരോ നിമിഷവും കടന്നുപോയ പ്രയാസങ്ങളിലൂടെ അല്ലെങ്കിൽ സന്ദർഭങ്ങളിലൂടെ എന്നെ കൈപിടിച്ച് ഒരു കരുത്തായി എൻ്റെ കൂടെ നിന്നതിന് ഞാൻ അങ്ങയോട് നന്ദി അർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ ഒരു വഴികാട്ടിയായും ഒരു മാർഗനിർദ്ദേശമായി എൻ്റെ ജീവിതത്തിലുടനീളം എന്നെ പിന്തുണച്ച എൻ്റെ ദൈവമേ, അങ്ങോട്ട് ഞാൻ നന്ദി പറയുന്നു. ഇനിയും ഒരുപാട് ദൂരം എനിക്ക് സഞ്ചരിക്കാനുണ്ട്. എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്കും ഇനി നൽകാൻ പോകുന്ന സൗഭാഗ്യങ്ങൾക്കും എല്ലാം അങ്ങോട്ട് ഞാൻ നന്ദി പറയുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും അതോടൊപ്പം തന്നെ ഞാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എൻ്റെ എല്ലാ സുഹൃത്തുക്കളെയും ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതിനോട് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ അനുഗ്രഹത്താൽ ഈ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും നന്ദിയുള്ളവർ ആയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷത്തിലും അങ്ങയുടെ അനുഗ്രഹമുള്ളതിനാൽ ഞാൻ സംതൃപ്തയാണ്. അല്ലയോ ദൈവമേ, എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്നും ഒരു വഴികാട്ടിയായി ദൈവം ഉള്ളതുകൊണ്ട് എൻ്റെ മനസ്സിൽ നല്ല കരുത്താണ് നൽകുന്നത്. എൻ്റെ ധൈര്യം കൂടുന്നതിനായി അങ്ങയുടെ അനുഗ്രഹം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകുമല്ലോ. എല്ലാത്തിനും നന്ദി. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളിലും ഞാൻ നന്ദിയുള്ളവൻ ആയിരിക്കുകയാണ്. ദൈവമേ, അങ്ങേ കാണാൻ സാധിച്ചത് അങ്ങേയറ്റം ഞാൻ സന്തോഷവതിയാണ്. നന്ദി ദൈവമേ, നന്ദി. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തുറന്നു പറഞ്ഞെങ്കിൽ ആ ആഗ്രഹങ്ങളെ എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾക്കുള്ളിൽ എത്രയും വേഗം അത് സഫലമാകട്ടെ. ഒരു ദീർഘശ്വാസമെടുക്കാം. ഹോൾഡ് ചെയ്യാം. ശ്വാസം പതുക്കെ പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ശ്വാസം എടുക്കാം. ഹോൾഡ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഒരു ശ്വാസം എടുക്കാം.
ശ്വാസം പുറത്തേക്ക് വിടുന്നതിനൊപ്പം നിങ്ങളുടെ കൈകാലിലെ വിരലുകൾ ചലിപ്പിക്കുക. നിങ്ങൾ ഇരു കൈകൾ കൂട്ടിത്തിരുമ്മി സാവധാനം കണ്ണുകളിലേക്ക് വെക്കുക. അതിനുശേഷം കണ്ണുകൾ തുറക്കുക. എൻ്റെ ഈ മെഡിറ്റേഷനിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. നിങ്ങൾ ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് അനുഭവപ്പെടാം. പക്ഷേ അത് സ്ഥിരമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറി ലഭിക്കുന്നതാണ്. സ്ഥിരമായിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളിലെ മാനസിക സമ്മർദ്ദങ്ങൾ കുറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും മെഡിറ്റേഷൻ ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനായിട്ട് ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ആ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യുന്നതിനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യും. താങ്ക് യു.